ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, സുഖിയാനാണിത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അതിനാവശ്യം വേണ്ട സാധനങ്ങൾ: പയർ 1/4 കിലോ, ശർക്കര ഒരു 100-150 ഉണ്ടാവും, ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, മൈദ, പിന്നെ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തത്. മൈദ ഞാൻ ഏകദേശം 2 കപ്പോളം എടുത്തിട്ടുണ്ട്. നമുക്ക് പയർ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പയർ നന്നായിട്ട് വേവണം, നിങ്ങൾ ശ്രദ്ധിക്കുക. പയർ നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മൾ സുഖിയൻ കടിക്കുമ്പോൾ ആ പയറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. ഇതിലേക്ക് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ഡയറക്റ്റ് അങ്ങ് വേവിക്കുകയാണ്. നേരത്തെ കുതിർത്ത് വെച്ച പയറാണെങ്കിൽ ഒരു 4-5 വിസിൽ മതിയാവും, അല്ലാത്തതാണെങ്കിൽ ഒരു 10-12 വിസിൽ വേണം. നമുക്ക് ഈ മൈദ പൊടിയിലേക്ക് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. നമുക്ക് ഞാനൊരു 1.5 കപ്പ് 2 കപ്പ് ഏകദേശം അത്രയും മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ചെറിയൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അരിപ്പൊടി ചേർത്തേക്കുന്നത്. ഇതിലേക്ക് അല്പം ശർക്കര കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഞാനിതൊരു ഇത്ര എടുത്തിട്ടുള്ള ഉപ്പ് ഇതും കൂടെ ചേർക്കണം. നമുക്ക് നന്നായിട്ടത് വെള്ളം ഒഴിച്ച് കലക്കണം. ഒരുപാട് വെള്ളമാവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. നമുക്ക് കലക്കി വെക്കാം, കുറച്ച് നേരം അത് വെക്കണം. നമുക്ക് ശർക്കര പാവ് കാച്ചിയെടുക്കാം. ശർക്കര 1/4 കിലോ ഇല്ല തികച്ച്, അതിലും കുറച്ചുള്ള 1 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ശർക്കര പാവ് കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് പരുവം കമ്പിപ്പരുവം എന്നൊക്കെ പറയില്ല, അത്രയൊന്നും ആവാൻ പാടില്ല, എന്നാൽ നന്നായിട്ട് വെള്ളം പോലെ ഇരിക്കാനും പാടില്ല. നമ്മൾ തേങ്ങയും ശർക്കരയും ഇതിനകത്തിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയാവുകയാണെങ്കിൽ ഇത് അതിനകത്ത് ശരിക്കും പിടിക്കില്ല. ഒരുപാട് വെള്ളമായാൽ നമുക്കത് ഉരുട്ടിയെടുക്കാനും പറ്റില്ല. ശർക്കര നന്നായിട്ട് അലിയാൻ വേണം, നന്നായിട്ട് തിളയ്ക്കാൻ വേണം. ഇതുണ്ട്, ഇപ്പോൾ തിളച്ചു, ആ പാകമായിരിക്കുകയാണ്. ഞാൻ എടുത്ത് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നമുക്കതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, തേങ്ങ നമ്മൾ ചിരകിയത് ഒരു 1/2 മുറിയോളം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക. എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആ ശർക്കര വെള്ളവും തേങ്ങയും കുറിച്ച് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇനി പയറും കൂടെ ചേരുമ്പോൾ കറക്റ്റാവും. നമുക്ക് പയർ ചേർക്കാം. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് മാറിയേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. നമുക്ക് നന്നായിട്ട് അത് ഇളക്കാം. കണ്ടോ, ഇനി ഈ ഇളക്കിയതിന് ശേഷം ഒന്ന് ഉടച്ച് കൊടുക്കാൻ വേണം പയർ. ഇതുപോലെ നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുക. എല്ലായിടത്തും പിടിക്കാനും നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ചൂടാറിയ ശേഷം നമുക്കിനി അത് ഉരുളകളാക്കി മാറ്റാം. കണ്ടോ, ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാൻ ഒരുപാട് വലുതായിട്ടും ഒരുപാട് ചെറുതായിട്ടുമില്ല. ഇതാണ് ഏകദേശം ഈ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഒരുപാട് വലുപ്പത്തിലായാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ അത്രയും കൂടുതൽ വേണ്ടി വരും. ഈ ഒരു പാകത്തിലെടുത്താൽ അത് കുഴപ്പമില്ല. നമുക്കത് ആ ബാറ്ററിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇടാം. കണ്ടോ, ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നതാണ്. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. കണ്ടോ, സുഖിയൻ തയ്യാറായി കഴിഞ്ഞു. നമുക്കത് എടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലോ കട്ടിയുള്ള തുണിയിലോ വെക്കാം. സുഖിയൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ശരി, പിന്നെ കാണാം.